അങ്ങനെ ചക്ക ഫെസ്റ്റിവലിൽ ഓഡിറ്റോറിയത്തിന് അകത്തുള്ള സ്റ്റോളുകളൊക്കെ കണ്ടു തീർത്തപ്പോൾ തന്നെ നമുക്ക് ക്ഷീണം പിടിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു. ചക്ക അട, ചക്ക പായസം, ചക്ക വരട്ടിയത് ഇതൊക്കെയല്ലേ നമുക്കറിയാവൂ. ഇവിടെ അതൊന്നുമല്ല, അതുക്കും മേലെയായിരുന്നു. ചക്ക ജിലേബി, ചക്ക ബോളി, ചക്ക പോടി ഒന്നും പറയണ്ട. ഇതൊക്കെ കണ്ട് നമ്മളെ കണ്ണ് തള്ളിപ്പോയി. ചക്ക ജിലേബി ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അത് കുറച്ച് വാങ്ങിച്ചു. കൈ കൊണ്ടായിരുന്നു എടുത്തിടുന്നത്, പക്ഷെ ചൂടായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കണ്ടു, നല്ല ചൂടായിട്ടുള്ള കല്ലിലേക്ക് ദോശമാവ് ഒഴിച്ചു കൊടുത്ത് ഗീ റോസ്റ്റും പല പല വെറൈറ്റിയിലുള്ള ദോശകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര മണമായിരുന്നു. നമ്മളെ വീട്ടിലെല്ലാവരും ഗീ റോസ്റ്റ് ഫാൻസാണ്. അപ്പോൾ ഡെയിലി ബേസിസിൽ ദോശ കഴിക്കുന്നതുകൊണ്ട് അവിടുന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. കണ്ട് വീഡിയോ എടുത്ത് അടുത്ത സ്റ്റോളിലേക്ക് പോയി. കുറേ സ്വീറ്റ്സിൻ്റെതും പുഡിങ്ങിൻ്റെ ഒക്കെ സ്റ്റോൾ ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പോയത് മോമോസിൻ്റെ ഒരു സ്റ്റോളിലേക്കായിരുന്നു. നിങ്ങൾ പേടിക്കണ്ട, ചക്ക മോമോസ് ഒന്നുമല്ല, നോർമലായിട്ടുള്ള വെജിറ്റബിൾ മോമോസ് ആയിരുന്നു. കുന്താപൂർ എന്നുള്ള ഒരു സ്റ്റോളിൻ്റെ ചക്ക ബജ്ജിയാണിത്. വലിയ ചക്ക അല്ല, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ ചക്കയല്ലേ, അതിൻ്റെ ബജ്ജിയായിരുന്നു. അങ്ങനെ ചക്കയും പൊടിയും ഒക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു. അപ്പോഴാണ് ഞാൻ ചർമുറി കണ്ടത്. ചർമുറി കഴിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല. ചർമുറി പഫ്ഡ് റൈസിൽ വെജിറ്റബിൾസും മല്ലിയിലയും നാരങ്ങനീരും കടലയും ഒക്കെ ഇട്ടെടുക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മൾ കാസർഗോഡുകാർക്ക് വെജിറ്റബിൾ ചർമുറി മാത്രമല്ല, മട്ടൻ ചർമുറി, മുട്ട ചർമുറി, ചിക്കൻ ചർമുറി, അങ്ങനെ പല പല വിധത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എൻ്റെ സ്നാക്സും ജ്യൂസും ഒക്കെ എടുത്തത് കഴിച്ചുകൊണ്ട് ഞാൻ ഫുഡ് സ്റ്റോളിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഭരണിയായിരുന്നു. ഭരണി, ചായൻ്റെ കപ്പ്, ഇരുമ്പിൻ്റെ പാത്രം, കത്തി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് കത്തീൻ്റെതും ഇരുമ്പിൻ്റെ സെക്ഷനിലൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ടായിരുന്നു. എനിക്കതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചെടികളുടെ സൈഡിൽ പോയി ഒരു ചെയർ എടുത്ത് അവിടെ ഇരുന്ന് എൻ്റെ സ്നാക്സൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ചെടികളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ നോക്കി അവിടെ കുറച്ച് സമയം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും എൻ്റെ ചക്ക ഫെസ്റ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.